ചേപ്പാട് കാഞ്ഞൂർ ദേവി ക്ഷേത്രത്തിലെ പ്രശസ്തമായ കോലം സമർപ്പിക്കൽ ഉത്സവം പൂർത്തിയായി. 350ഓളം ഭക്തർ കോലം വഴിപാട് സമർപ്പിച്ചു. ചേപ്പാട് കാഞ്ഞൂർ ദേവി ക്ഷേത്രത്തിലെ പ്രശസ്തമായ കോലം വഴിപാട് സമർപ്പണം നടന്നു. 350ഓളം ഭക്തർ കോലം സമർപ്പിച്ചതായാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 9ാം നാളായ ബുധനാഴ്ച പടിഞ്ഞാറേ കരയുടെയും 10ാം ഉത്സവമായ വ്യാഴാഴ്ച കിഴക്കേ കരയുടെയും നേതൃത്വത്തിലായിരുന്നു കോലം വഴിപാട് നടന്നത്. കോലം സമർപ്പിക്കുന്ന വീടുകളിൽ അന്നേ ദിവസങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ചടങ്ങുകൾ നടന്നു. വഴിപാടുകാർ എത്ര ദൂരെയുള്ളവരാണെങ്കിലും കാൽനടയായ കോലം ദേവീസന്നിധിയിൽ എത്തിക്കാൻ പാടുള്ളൂ എന്നാണ് കാഞ്ഞൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസം. കോലങ്ങൾ അമ്പലത്തിലെത്തി സമർപ്പിക്കുന്നതിന് പിന്നാലെ എതിരേൽപ്പും പൂപ്പടയും നടത്തി. കോട്ടയ്ക്കകത്ത് വട്ടപ്പറമ്പിൽ കാവിൽ ഭദ്രാഭഗവതി, വല്യക്കോട്ടുകൽ ഭദ്രാഭഗവതി, ഇഞ്ചക്കോട്ടയിൽ ഭദ്രാഭഗവതി എന്നീ ദേവതകളുടെ അകമ്പടിയോടെ വെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിന്നും ബുധനാഴ്ച കൂട്ടയെഴുന്നള്ളത്തും നടന്നിരുന്നു. പച്ചപ്പാള ചെത്തിയൊരുക്കി അതിലാണ് കോലങ്ങൾ തയ്യാറാക്കുന്നത്. കോലമെടുക്കുന്നവർക്ക് മുഖത്തണിയാൻ പാളയുടെ പച്ച ചെത്തിക്കളയാത്ത മുഖം രൂപപ്പെടുത്തും. ഇതിൽ നാഗരൂപങ്ങൾ വരച്ചു ചേർക്കുകയും ചെയ്യും. കമുകിൻ കീറിൽ തീർക്കുന്ന ചട്ടക്കൂട്ടിനുള്ളിൽ പച്ചപ്പാളയും കുരുത്തോലയും തുന്നിച്ചേർത്താണ് കോലങ്ങൾ നിർമ്മിക്കുന്നത്. ചെത്തിയ പാളകൾ ഓരോ രൂപത്തിനനുസരിച്ച് വെട്ടി ഒരുക്കിയെടുക്കും. ചെങ്കല്ല് അരച്ചെടുത്ത ചുവപ്പ് നിറവും ചിരട്ടയോ മാവിലയോ കരിച്ചെടുത്ത കറുപ്പ് നിറവും ചായമായി പൂശും. വർണ്ണവൈവിധ്യം നിറച്ചാണ് പല കോലങ്ങളും തയ്യാറാക്കുന്നത്. വ്രതനിഷ്ഠയോടെയാണ് ചുവട് പരിശീലിച്ചവർ കോലം എടുക്കുന്നത്. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് ചുവട് വെച്ച് നീങ്ങിയെത്തും. നിരവധി ഭക്തജനങ്ങൾ ഇതിനെ അനുഗമിക്കുകയും ചെയ്യും. CDNet ന്യൂസ്, ഹരിപ്പാട്.